ഇവിടെ ഷാജി ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇനിയൊരു സർക്കാർ രൂപീകരണത്തിലെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ആണ് എന്നുള്ളത് വസ്തുതയല്ലേ? അങ്ങനെ വന്നാൽ അവർക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ക്ഷണം എന്ന തരം വാർത്തകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അവർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമോ? നിലവിൽ അവർ BJP-യുമായി സഹകരിച്ചു പോകുന്നതാണ്. മറുഭാഗത്ത് അവരെ കൂടി സഹകരിപ്പിച്ചു പോകുമ്പോൾ മോദിയും അമിത്ഷായും അടങ്ങുന്ന ലീഡർഷിപ്പ് 10 വർഷമായി ശീലിച്ച ഒരു ഭരണരീതിയുണ്ട്. ആ ഭരണരീതി തുടരാനേ കഴിയില്ല. ശ്രീ ജയസൂര്യൻ അതിന് ഏതുതരം ആഖ്യാനം നൽകാൻ ശ്രമിച്ചാലും ഇപ്പോൾ കേരളത്തിലേക്ക് മുന്നണി സംവിധാനവുമായൊക്കെ അതിനെ താരതമ്യം ചെയ്യുന്നതിൽ കാര്യമായ കഴമ്പില്ലാത്തതാണ്. കാരണം മോദിയുടെ ഭരണരീതി നമ്മൾ കണ്ടതാണ്, പ്രതിപക്ഷത്തോടുള്ള സമീപനം കണ്ടതാണ്, ജനാധിപത്യത്തോടുള്ള സമീപനം കണ്ടതാണ്, ഭരണഘടനാ സമീപനം തന്നെ. ഈ ഒന്നും വേണ്ട, പാർലമെൻറ്റ് പോലും ഫലപ്രദമായി ചേരുന്നില്ല. പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ സാഹചര്യങ്ങൾ, പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന പ്രശ്നം, ഈ ശൈലിയൊക്കെ മാറ്റേണ്ടതായി വരും. അപ്പോൾ സർക്കാർ രൂപീകരണത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2 നേതാക്കൾ വളരെ പ്രധാനപ്പെട്ടവരായി മാറുന്നുണ്ടോ? അവരെ ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് വിശ്വാസത്തിലാക്കി കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മറ്റൊന്ന്, കോൺഗ്രസിനെ കുറിച്ച് ജയസൂര്യൻ പറഞ്ഞ പോലെ സാധ്യതയ്ക്കനുസരിച്ച് വേണ്ട നിലയിലേക്ക് കോൺഗ്രസ് അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായി മുന്നേറിയില്ല എന്ന പ്രശ്നം ഇപ്പോഴും ബാക്കിയല്ലേ? ഉദാഹരണം മധ്യപ്രദേശ്, കർണാടക, ഛത്തീസ്ഗഡ് ഒക്കെ ഉണ്ടല്ലോ. സ്ഥലത്തെ കോൺഗ്രസിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് BJP-യുടെ തളർച്ചയ്ക്ക് മുന്നിൽ പ്രൊപ്പോർഷണേറ്റ്ലി ഒരു ചലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിൽ എന്ത് സംശയമാണുള്ളത്? BJP-യുടെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കിയാൽ പോലും BJP ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ, ആ സീറ്റുകളോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ ഒരു സീറ്റ് എണ്ണം കൊണ്ടുവരാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. BJP-യെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇൻവൈറ്റ് ചെയ്യാനുള്ള രാഷ്ട്രപതിക്കുള്ള ഒരു നീക്കം ഉണ്ടാകുന്നെങ്കിൽ അതിനെ തള്ളിക്കളയാനോ അതിനെ അതിജീവിക്കാനോ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ സാധിക്കില്ല. ശരത്ത് ചോദിച്ച ചോദ്യത്തിന് അത് നിതീഷ് കുമാർ ആണെങ്കിലും TDP ആണെങ്കിലും അവർ രണ്ടുപേരുടെ പ്രാധാന്യം വളരെ വലുതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്നത്. പക്ഷേ TDP-യെ NDA-ക്ക് കൃത്യമായി തങ്ങളുടെ വളരെ കൃത്യമായി പറഞ്ഞാൽ NDA-യുടെ ഒരു ഭാഗമാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ TDP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നീക്കം നടത്താൻ സാധിക്കും. TDP-ക്ക് വേണമെങ്കിൽ NDA-യിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സാങ്കേതികമായി TDP മാത്രമായി കോൺഗ്രസിനോടും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോടും ചേർന്നാലും ഒരു ഗവൺമെൻറ് രൂപീകരണം പാർലമെൻറ്റിലെ അംഗബലം തികയ്ക്കാനുള്ളതായി അവർക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ചന്ദ്രബാബു നായിഡു മാത്രം പോരാ. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ മാത്രം കൂടെ നിർത്തിക്കൊണ്ടൊരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കാമെന്ന് കരുതുന്നത് എണ്ണം നോക്കിയാൽ ശരിയാകില്ല. പിന്നെ നിതീഷ് കുമാറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നിതീഷ് കുമാർ നാളെ എവിടെയായിരിക്കുമെന്ന് നിതീഷ് കുമാറിന് പോലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാർ BJP-യെ വിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതിന് കാരണം ബീഹാറിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ബീഹാറിലെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ BJP-യോടൊപ്പം നിൽക്കുകയാണിപ്പോൾ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വിട്ടുപോയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരണമെന്നും അദ്ദേഹത്തെ നാഷണൽ കൺവീനറാക്കിയാൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്ക് തെളിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാമെന്നുള്ള ഒരു മോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ കോൺഗ്രസ്, നമുക്കറിയാലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പള്ളിയിൽ ചെറിയ കുരിശുപള്ളി പണിയുക എന്നൊരു പരിപാടിയാണ് കോൺഗ്രസ് ഈ മുന്നണി രൂപീകരണ സമയത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് കോൺഗ്രസ് ഇപ്പോഴും 100 സീറ്റിൽ വന്ന് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് BJP വിരുദ്ധത പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ പോലും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള നീക്കം പ്രതിപക്ഷ കക്ഷികളെല്ലാവരും കൂടി നടത്തുമ്പോൾ അവിടെയും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും തീവ്രമായ ആകാംക്ഷ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നീക്കത്തിൻ്റെ ഭാഗം ആയാണ്
ആദ്യത്തെ 2 മീറ്റിങ്ങിന് ശേഷം, ബാംഗ്ലൂരിലെയും ബോംബെയിലെയും മീറ്റിങ്ങിന് ശേഷം ഏതാണ്ട് 3-4 മാസത്തോളം ഓക്കെ. ഇന്ത്യ മുന്നണിയുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ പോലും കോൺഗ്രസ് മുന്നോട്ട് വരാതിരുന്നതും അതോടുകൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രബല ശക്തികളായിരുന്ന, അത് TMCയുടെ നേതാവ് ആണെങ്കിലും ഓക്കെ ഓക്കെ ഇവിടെ JDUവിൻ്റെ നേതാവാണെങ്കിലും പിരിഞ്ഞു പോകുന്നത്. അവരിന്ന് ഇതിലുണ്ടായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി ഇതായിരിക്കില്ല. ജനങ്ങൾ നരേന്ദ്രമോദിയോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഇതിലും ശക്തമായിട്ടായിരിക്കും. ഓക്കെ. നിങ്ങൾ കാണുക, ഉത്തർപ്രദേശിലെ പരാജയം നമ്മൾ അങ്ങനെ നിസാരമായി കാണരുത്. രാഷ്ട്രീയമായി വളരെ വലിയ, ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ അർത്ഥമുള്ള ഒരു പരാജയമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പ്രചരിപ്പിച്ച റിസർവേഷൻ അവസാനിപ്പിക്കും BJP, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതുമെന്നുള്ള പ്രചരണം, അത് ദളിതരുടെ ഇടയിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലം നിങ്ങളൊന്ന് നോക്കുക. ദളിതരുടെ വോട്ടുകൾ വളരെ വലിയ അളവിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. അത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. ഉത്തർപ്രദേശിൽ മായാവതി എന്ന് പറയുന്ന നേതാവിൻ്റെ അസ്തമനത്തിൻ്റെ തുടക്കമാണിത്. പുതിയൊരു നേതാവായി ചന്ദ്രശേഖർ ആസാദിനെ, നഗീനയിൽ നിന്ന് ജയിച്ച ചന്ദ്രശേഖർ ആസാദിനെ അവിടുത്തെ ദളിതർ കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2019-ലും 2022-ലും, 22-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മായാവതി 2019-ൽ സമാജ്വാദി പാർട്ടിയുമായി ചേർന്നൊരു വലിയ സഖ്യമുണ്ടാക്കിയെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയിലേക്ക് ദളിതരുടെ വോട്ട് മാറിയില്ല, BSPയുടെ വോട്ട് ട്രാൻസ്ഫർ ആയില്ല. എന്നാൽ നേരെ തിരിച്ച് സമാജ്വാദി പാർട്ടിയുടെ വോട്ട് BSPയിലെത്തുകയുണ്ടായി. ഈ പ്രാവശ്യം മായാവതിയെ ഇന്ത്യ മുന്നണിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കം നടത്തിയപ്പോൾ അത് പാടില്ല, അതുകൊണ്ട് പ്രത്യേക വിശേഷമൊന്നും ഉണ്ടാകില്ല എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം മായാവതി BJPയുടെ കൂടെ തന്നെ നിൽക്കും എന്ന് കൃത്യമായി പറഞ്ഞ ആളാണ് അഖിലേഷ് യാദവ്. റൈറ്റ്. അതാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നോക്കിയാൽ, ഞാൻ ഷാജി ജോസഫ് നമ്മുടെ സമയത്തിനകത്തുകൂടി ചർച്ചയൊന്ന് കൊണ്ടുപോകേണ്ടതാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അഖിലേഷ് യാദവ് ഈ BJPയുടെ വലിയ തേരോട്ടത്തിന് നടുവിൽ മങ്ങി നിന്നുപോയ നേതാവ്, വളരെ ശക്തമായി ആ പാർട്ടിയെയും അതിലൂടെ ആ മുന്നണിയെയും ഉയർത്തിപ്പിടിക്കുന്നതാണ് കണ്ടത്. 35 സീറ്റുകളിൽ മാത്രമായി BJPയുടെ സാന്നിധ്യം വന്നു. എന്നാൽ 44 മണ്ഡലങ്ങളിലാണ് SP യും ആ മുന്നണിയും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വന്നത്.